ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഓഫീസിൽ ജോയിൻ ചെയ്തിട്ട് കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ. അതിനുള്ളിൽ അവളുടെ ടാലൻ്റ് എങ്ങനെ മനസ്സിലാക്കാനാ കോശി സാർ? +2 ക്വാളിഫിക്കേഷനല്ലേ ഉള്ളൂ. അവളുടെ ഭാഗ്യത്തിന് അവൾ ചെയ്തത് സക്സസ് ആയി എന്ന് കരുതി അത് ടാലൻ്റ് ആവുമോ? രവി ചോദിച്ചു. ചെയ്യുന്നതെല്ലാം സക്സസ് ആവുന്നത് അവളുടെ ടാലൻ്റ് അല്ലെങ്കിൽ പിന്നെ രാശിയാണെന്ന് പറയേണ്ടി വരും. അവൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം ചെയ്തിട്ടുള്ള എല്ലാ കൊട്ടേഷൻ്റെയും വർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ ദേവൻ? കോശി സാർ പറഞ്ഞു. അതിനെക്കുറിച്ചെല്ലാം പിന്നീട് നമുക്ക് ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യാം. ഇപ്പം എനിക്ക് കോശി സാറിനോട് മറ്റൊരു കാര്യമാണ് പറയാനുള്ളത്. നമുക്ക് കൂടുതൽ വർക്ക് കിട്ടുന്നതെല്ലാം നല്ലത് തന്നെയാണ്. എന്നാൽ മഹേന്ദ്ര ഗ്രൂപ്പിൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയും മഹാദേവ അസോസിയേറ്റ്സിൽ വർക്ക് ചെയ്യുന്നവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത്. അതിൻ്റെ ഇപ്പോഴത്തെ ഓണർ മാത്രമേ നമ്മുടെ ശത്രുവായി ഉള്ളൂ. ഒരിക്കൽ ആ കമ്പനി അതിൻ്റെ യഥാർത്ഥ ഉടമയ്ക്ക് തന്നെ തിരിച്ചു നേടിക്കൊടുത്തിരിക്കും ഞാൻ. അന്നും അതിൻ്റെ പ്രശസ്തിക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടുണ്ടാകരുത്, ദേവൻ പറഞ്ഞു. തൻ്റെ മനസ്സ് നല്ലതാ ദേവൻ. തനിക്ക് വേണമെങ്കിൽ അവരുടെ കൂടെ ചേർന്ന് അത് സ്വന്തമാക്കായിരുന്നു. എന്നാൽ താനത് ചെയ്തില്ലല്ലോ. തൻ്റെ മനസ്സ് ദൈവം കാണാതിരിക്കില്ല. തനിക്ക് നല്ലതേ വരൂ. തൻ്റെ ഭാഗത്ത് സത്യമുണ്ട്. എത്ര തെളിവില്ലെന്ന് പറഞ്ഞാലും താൻ തന്നെ ജയിക്കാൻ പോകുന്നുള്ളൂ. മഹേന്ദ്ര ഗ്രൂപ്പ് തിരിച്ചു കിട്ടിയിരിക്കും, കോശി സാർ പറഞ്ഞു. ആ സമയത്ത് രാജീവ് ക്യാബിനുള്ളിലേക്ക് വന്ന് പറഞ്ഞു. സാർ, നമുക്ക് ഇറങ്ങിയാലോ? പാർട്ടി വിളിച്ചിരുന്നു. അവർ സ്ഥലത്തെത്തിയെന്നാ പറഞ്ഞത്. ഓക്കെ, ഇറങ്ങാം രാജീവ് എന്ന് പറഞ്ഞ് കോശി സാർ അവിടുന്ന് എഴുന്നേറ്റു. ശരി ദേവൻ എന്ന് പറഞ്ഞ് അവരവിടുന്ന് ഇറങ്ങി. ഈ സമയം മനുവിൻ്റെ വീട്ടിൽ മനുവിൻ്റെ അമ്മ രാജേശ്വരിയും ബ്രോക്കർ വാസുവും കൂടി ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. വാസു ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ രാജേശ്വരിയെ കാണിച്ചു പറഞ്ഞു. ഇത് ഒരു സ്കൂൾ ടീച്ചറാണ് മാഡം. മനുസാറിന് പറ്റിയ കുട്ടിയാണ്. മനുസാർ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കല്യാണം നടത്തായിരുന്നു. വാസു, നീ ഫോട്ടോകളുമായി ഇവിടെ കയറി ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ല. കുടുംബത്തിൽ തന്നെ പെൺകുട്ടികളില്ലാഞ്ഞിട്ടോ മറ്റെവിടെന്നെങ്കിലും കിട്ടാഞ്ഞിട്ടോ അല്ലല്ലോ. അവൻ്റെ മനസ്സിൽ അവളെ പ്രതിഷ്ഠിച്ചിരിക്കല്ലേ. അവളെ അപമാനിച്ചും ദ്രോഹിച്ചും ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിച്ചെങ്കിലും അവൻ്റെ മനസ്സിൽ നിന്ന് അവൾ പോയിട്ടില്ല, രാജേശ്വരി പറഞ്ഞു. ഈ സമയത്ത് മനു അവൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഡോർ പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ രാജേശ്വരി ചോദിച്ചു. ഇന്ന് നീ ലീവല്ലേ? പിന്നെ എവിടെ പോവുക? ലീവാണെങ്കിൽ അടച്ചുപൂട്ടി വീടിനുള്ളിൽ തന്നെ ഇരിക്കണമെന്നുണ്ടോ? മനു ചോദിച്ചു. സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ വാടകക്കാരെ പോലെ മുറിയുടെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിട്ടാണോ പോകുന്നത്? വാസു ചോദിച്ചു. എൻ്റെ റൂമിൽ ഞാൻ വരുന്ന സമയമാവുമ്പോഴേക്കും ഇവർ ഏതെങ്കിലും പെണ്ണുങ്ങളെ ഒളിപ്പിച്ചിരുത്തിയാലോ? അതും അല്ലെങ്കിൽ ഭക്ഷണത്തിൽ വല്ല മയക്കുമരുന്നും തന്ന് എൻ്റെ റൂമിലേക്ക് ഇവർ ഏതെങ്കിലും പെണ്ണുങ്ങളെ കയറ്റി വിടുമെന്നും എനിക്ക് പേടിയുണ്ട്. എന്നെയും ഗൗരിയെയും തമ്മിൽ പിരിക്കാൻ വേണ്ടി എന്ത് നെറുകേട് വേണമെങ്കിലും ഇവർ ചെയ്യും. അതുകൊണ്ടാ ഇവിടുന്ന് ഒന്നും കുടിക്കേ കഴിക്കേ ചെയ്യാത്തതും റൂം പൂട്ടി താക്കോലുകൊണ്ട് പോകുന്നതും. ഇവരെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസാ. നിങ്ങളോട് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈ ഫോട്ടോകളുമായി ഇവിടെ കയറി ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ല. ഞാൻ സ്നേഹിച്ചു പോയി എന്നൊരൊറ്റ കാരണം കൊണ്ട് ഇവർ ഗൗരിയെ ഒരുപാട് അപമാനിക്കുകയും ദ്രോഹിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എൻ്റെ ഭാര്യയായി ഒരു പെണ്ണ് വരുന്നുണ്ടെങ്കിൽ അത് ഗൗരി മാത്രമായിരിക്കും, മനു പറഞ്ഞു. അവളുടെ സ്വഭാവം വെച്ച് അവളിപ്പോൾ മറ്റേതെങ്കിലും പണക്കാരനെ കണ്ടെത്തി അവനെ കെട്ടി സുഖമായി കഴിയുന്നുണ്ടാകും. നീ ഒരു മണ്ടൻ തന്നെ. അവളെ കെട്ടുള്ളൂ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരുന്നോ, രാജേശ്വരി പറഞ്ഞു. നിങ്ങൾ മരിക്കുന്നത് വരെ കാത്തിരിക്കാൻ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് അവൾ പാലിക്കാതിരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞങ്ങളെ തമ്മിൽ അകറ്റി നിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാകും. എന്നാൽ ഒരിക്കലും പിരിക്കാൻ കഴിയില്ല. അവൾ എത്ര ദൂരെയാണെങ്കിലും എൻ്റെ മനസ്സ് അവൾക്ക് അറിയാൻ കഴിയും. അതുപോലെ തന്നെ അവളുടെ മനസ്സ് എനിക്കും അറിയാൻ കഴിയും, മനു പറഞ്ഞു. കേട്ടില്ലേ, പെറ്റ അമ്മയേക്കാൾ ഇവന് വലുത് അവളാ. അങ്ങനെ വശീകരിച്ച് വെച്ചിരിക്കുക ആ മൂദേവി. അമ്മ മരിക്കാൻ വേണ്ടി കാത്തിരിക്കുക പോലും അവളെ കെട്ടാൻ, രാജേശ്വരി പറഞ്ഞു. മകൻ സ്നേഹിച്ചൊരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് ഇഷ്ടപ്പെടാതിരിക്കുന്നവരും വിവാഹത്തിനെ എതിർക്കുന്നവരും ഉണ്ടായിരിക്കും. എന്നാൽ നിങ്ങൾ അവളോട് ചെയ്തത് കുറച്ച് കൂടിപ്പോയി. അത് പൊറുക്കാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾ അവളോട് ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ പ്രായശ്ചിത്ത എൻ്റെ ഇനിയുള്ള ജീവിതം എന്ന് പറഞ്ഞ് മനു അവിടുന്ന് പോയി. കേട്ടില്ലേ അവൻ പറഞ്ഞത്? പിന്നെ എങ്ങനെ അവനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കും, രാജേശ്വരി ചോദിച്ചു. മനുസാറിന് ആ ഗൗരി അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അവരെ തമ്മിൽ കല്യാണം കഴിപ്പിച്ചൂടെ, വാസു ചോദിച്ചു. അവളെപ്പോലെ ഒരു പെണ്ണിനെ മരുമകളായി കാണാൻ ഈ ജന്മം എനിക്ക് സാധിക്കില്ല. അവന് വാശിയുണ്ടെങ്കിൽ അവൻ്റെ അമ്മയായ എനിക്കും വാശിയുണ്ട്. അവൻ കല്യാണം കഴിക്കാതെ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞാലും
അവളെ കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല, രാജേശ്വരി പറഞ്ഞു. അപ്പം പിന്നെ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല അല്ലേ? വാസു ചോദിച്ചു. എന്തു ചെയ്യാനാ വാസു, ഒരേ ഒരു മകനാ, അവൻ്റെ കാര്യം ഇങ്ങനെ ആയിപ്പോയി, രാജേശ്വരി പറഞ്ഞു. എന്നാ ഞാൻ ഇറങ്ങട്ടെ, തമ്പിസാറ് വന്നാൽ പറയണം ഞാൻ വന്നിരുന്നെന്ന്. തമ്പിസാറ് പറഞ്ഞിട്ടാ ഞാനിവിടെ വന്ന് എന്ന് പറഞ്ഞ് വാസു അവിടുന്ന് പോയി. ചിട്ടിപ്പിരിവിനിറങ്ങിയപ്പോൾ രാഘവൻ വഴിയിൽ വെച്ച് ബ്രോക്കർ മണികണ്ഠനെ കണ്ടു. രാഘവൻ മണികണ്ഠനോട് പറഞ്ഞു, കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് രാമകൃഷ്ണനോട് പറയണം. അവൾക്കിപ്പോൾ ചെറിയ എതിർപ്പൊക്കെ ഉണ്ട്. രാഘവേട്ടനല്ലേ പറഞ്ഞത് അവൾക്ക് മറ്റെവിടെയും പോകാൻ വഴിയില്ല, അതുകൊണ്ട് ഈ കല്യാണത്തിന് സമ്മതിച്ചോളൂന്ന്. എന്നിട്ടിപ്പോൾ എന്തു പറ്റി? മണികണ്ഠൻ ചോദിച്ചു. ഞാനും ആദ്യം അങ്ങനെ കരുതിയത്. എന്നാൽ ഇപ്പം അവളുടെ വാക്കുകളിൽ മറ്റെന്തൊക്കെയോ തീരുമാനങ്ങൾ ഉള്ളതുപോലെ ഉണ്ട്. അതുകൊണ്ടാ പറയുന്നത്. രാമകൃഷ്ണനാവുമ്പോൾ എല്ലാം കൊണ്ടും ഒക്കുന്ന ഒരു കുടുംബമാണ്, വിട്ടുകളയാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം. ആ ഒരു വാശി രാമകൃഷ്ണനും ഉണ്ട്. കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ പറഞ്ഞതാ. മണികണ്ഠനും കൂടി ഒന്ന് പറയുകയാണെങ്കിൽ രാമകൃഷ്ണന് ഒന്നുകൂടി ചൂട് പിടിക്കും, രാഘവൻ പറഞ്ഞു. കാര്യങ്ങളെല്ലാം പെട്ടെന്നാക്കാൻ ഞാൻ പറയാം. ഇന്ന് ഒരു കൂട്ടരെ കൊണ്ട് ഒരു സ്ഥലത്ത് പോകാനുണ്ട്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് മണികണ്ഠൻ അവിടുന്ന് പോയി. ലഞ്ച് ബ്രേക്കിന് ശേഷം ദേവൻ ഓഫീസിലെത്തിയപ്പോൾ നാൻസി ദേവനോട് സംസാരിക്കാനായി ദേവൻ്റെ ക്യാബിനിലേക്ക് ചെന്നു. രവി അപ്പോൾ പുറത്തേക്കിറങ്ങി. ഓഫീസിലൂടെ ഒന്ന് ചുറ്റി നടന്ന ശേഷം മെല്ലെ അഞ്ജലിയുടെ അടുത്തേക്ക് ചെന്നു. നാൻസി മാഡത്തിന് സാറിനോട് എന്തോ പേഴ്സണലായി സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പുറത്തേക്ക് പോവാൻ സാറ് പറഞ്ഞു, രവി പറഞ്ഞു. അവൾക്കെന്താ ദേവനോട് പേഴ്സണലായി സംസാരിക്കാനുള്ളത്? അഞ്ജലി ചോദിച്ചു. അതെനിക്കറിയില്ല മാഡം. ഇപ്പോൾ വീട്ടിൽ ചെന്നാലും ഇടയ്ക്ക് നാൻസി മാഡം ഫോണിൽ വിളിക്കും. ഞാനപ്പോൾ ദേവൻ സാറിന് ഫോൺ കൊണ്ടുപോയി കൊടുക്കും. കുറേ നേരം കഴിഞ്ഞിട്ടേ ഫോൺ തിരിച്ചു തരാറുള്ളൂ, രവി പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് വിളിച്ചാൽ നീ ദേവന് ഫോൺ കൊടുക്കാറില്ലല്ലോ, അഞ്ജലി ചോദിച്ചു. അത് മാഡം സാറ് വേണ്ടാന്ന് പറയുന്നത് കൊണ്ടാ, രവി പറഞ്ഞു. ഞാൻ വിളിച്ചാൽ ദേവൻ ഫോണ് തരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? അഞ്ജലി ചോദിച്ചു. ഉണ്ട് മാഡം. എനിക്ക് ഇപ്പോഴാണ് മാഡത്തിൻ്റെ ഫീലിങ്സ് മനസ്സിലായത്. അന്ന് ടൂറ് പോയ സമയത്ത് നാൻസി മാഡത്തിന് മാത്രം മെസ്സേജ് അയച്ചതിൽ മാഡത്തിന് എത്ര സങ്കടം ഉണ്ടായിട്ടുണ്ടാകും. എന്നോട് പുറത്തു പോകാൻ പറഞ്ഞപ്പോൾ എനിക്കത് വല്ലാതെ വിഷമായി. ഏതു നേരവും ഞാൻ പിന്നാലെ നടക്കുന്നതല്ലേ, ഞാൻ അറിയാത്ത എന്ത് രഹസ്യ അവർക്ക് പറയാനുണ്ടായിരിക്കുക, രവി പറഞ്ഞു. അല്ലെങ്കിലും ദേവനിപ്പോൾ എന്നോട് കുറച്ച് അകൽച്ച കാണിക്കുന്നുണ്ട്, എനിക്കത് മനസ്സിലായി, അഞ്ജലി പറഞ്ഞു. ഇപ്പോൾ കുറേ നേരമായില്ലേ, ഇനി ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ. അവരെന്താ സംസാരിക്കുന്നതെന്ന് കുറച്ചെങ്കിലും കേൾക്കാൻ കഴിഞ്ഞാലോ, എന്നിട്ട് അത് മാഡത്തിന് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് രവി അവിടുന്ന് പോയി. രവി ദേവൻ്റെ ക്യാബിന് മുന്നിലെത്തി അഞ്ജലിയെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവൾ അവിടെ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. രവി ഒന്ന് ചിരിച്ച് അകത്തേക്ക് കയറിപ്പോയി. ശരി ദേവൻ, ബാക്കിയെല്ലാം ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയി പറയാം. ഇപ്പോൾ ഞാൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് നാൻസി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. നാൻസി പോയി കഴിഞ്ഞ് ദേവൻ രവിയോട് ചോദിച്ചു, നീ എവിടെ പോയതായിരുന്നു? ഞാനൊന്ന് ബാത്റൂമിലേക്ക്, രവി പറഞ്ഞു. ഇവിടെ പോകാതിരുന്നതെന്താ? ദേവൻ ക്യാബിനോട് ചേർന്നുള്ള ബാത്റൂമിലേക്ക് നോക്കി പറഞ്ഞു. അത് നാൻസി മാഡം എവിടെ ഇരിക്കുമ്പോൾ എങ്ങനെ ഞാൻ, രവി പറഞ്ഞു. എടാ, എനിക്ക് നിന്നെ നന്നായി അറിയാം. നാൻസിയോ അഞ്ജലിയോ ഇവിടെ വന്നാൽ നിന്നോട് ഞാൻ പോകാൻ പറഞ്ഞാൽ പോലും നീ പോകില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. നീ അവൾ വന്നത് ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് അഞ്ജലിയെ കാണാനായിരിക്കും അല്ലേ? ഇന്നത്തെ ഏഷണി നടന്നോ? ദേവൻ ചോദിച്ചു. കുറച്ച്. അവിടെ മാത്രം കൊണ്ട് ശരിയാകില്ല, രണ്ടിടത്തും വേണം, എന്നാലേ അതുങ്ങൾ രണ്ടും രണ്ടാകൂ, രവി പറഞ്ഞു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ രണ്ടും രണ്ടായിക്കോളും. ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയാ. ഇനി നീ ഒരേഷണിക്കും പോകണ്ട, ദേവൻ പറഞ്ഞു. അതെന്താ സാർ? രവി ചോദിച്ചു. നീ ഇപ്പോൾ അത്രയും അറിഞ്ഞാൽ മതി. ഇത് നീ അറിയേണ്ടാത്തതായതുകൊണ്ടല്ലേ ആ സമയം നോക്കി നീ പുറത്തു പോയത്, ദേവൻ ചോദിച്ചു.